ഈ കാനഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റേ കൊള്ളില്ലാന്ന് പറയുന്നവരോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സുചേട്ടന്? എനിക്ക് പറയാണ്ട്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടില് മിഡിൽ ക്ലാസ് കുടുംബത്തില് ഒരു മാരകമായ അസുഖം വരുന്നു വിചാരിക്കുക. ക്യാൻസറോ, ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയോ, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥയോ, ഹാർട്ടോ ലിവറോ എന്നൊക്കെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാ എളുപ്പമല്ല. അതിനൊക്കെ ഭയങ്കര പൈസ വരും. അപ്പൊ ചില കുടുംബങ്ങൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയാലില്ലെങ്കിൽ അത് ചെയ്യും. പലപ്പോഴും അവർ വീട് വിറ്റിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ ഒക്കെ ആയിരിക്കാം. ഇനി വേറെ പല കുടുംബങ്ങളും അവർക്കിങ്ങനെ ചികിത്സിക്കേണ്ട അസുഖങ്ങൾ ചികിത്സിക്കാൻ പോവാതെ, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബം മക്കളൊക്കെ വഴിയാധാരാവുന്ന പേടിച്ചിട്ട് ചികിത്സിക്കാതെ വീട്ടിലിരിക്കുന്നവരുണ്ട്. കുറച്ചു പേർക്കൊക്കെ ഈ ചികിത്സിക്കാനായിട്ട് പൈസ ഇല്ല, മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് സാധാരണക്കാരന് അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളാ. നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനിത് ഈ പറയുന്നതൊന്നും കാര്യമല്ല കേട്ടോ. കാരണം പൈസ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു ഫാക്ടർ അല്ല. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് പറയുന്ന ഹോസ്പിറ്റലിൽ, നിങ്ങൾക്ക് പറയുന്ന ഡോക്ടർമാർ, സർജറി, എല്ലാ കാര്യവും നടക്കും. പക്ഷെ പൈസ ഇല്ലാത്തവനെ സംബന്ധിച്ച് ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോ കാനഡയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇത്ര വലിയ സർജറികളായിക്കോട്ടെ, ചെറിയ സർജറികളായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 പൈസ പോകില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി മാറ്റി വെക്കാനോ, ഹാർട്ട് മാറ്റി വെക്കാനോ, ലങ് മാറ്റി വെക്കാനോ, അങ്ങനെ അവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ, പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ആൻഡ് മെന്റൽ ബേർഡൻ നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവില്ല. അതിന് 10 പൈസ ഇല്ലാതെ അതിന്റെ തുടർ ചികിത്സകളും ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇപ്പൊ നിലവിലുള്ള ഇതിനകത്തോടെ നടക്കും. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ സ്വപ്നം കാണാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിന്ന്, നാട്ടിൽ നിന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നു. ഇങ്ങനെ നടന്ന പേഷ്യൻസിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. നമുക്കിവിടെ 3 മക്കള് നമ്മുടെ ജനിച്ച ഇവിടെയല്ലേ. നിന്റെ 3 ഡെലിവറിയും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇവിടെയല്ലേ നടന്നത്. നമുക്ക് 10 പൈസ മക്കള് ഉണ്ടായ ഡെലിവറി പ്രോസസ്സിന് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണാനോ ചികിത്സയ്ക്കോ നമുക്ക് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടോ? ഒരു ചെലവും വന്നിട്ടില്ല, എല്ലാം സീറോ. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് 10 പൈസ ചെലവില്ലാതെ നമുക്കിവിടെ എല്ലാ ട്രീറ്റ്മെന്റും, അത് ലോകത്തിലെ നമ്പർ 1 ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നു എന്നത് തന്നെ നമുക്ക് എത്ര ഭാഗ്യമാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ പേടിക്കാണ്ട് ഹോസ്പിറ്റലിൽ പോവാനും ചികിത്സ നേടാനും നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ. അതെ. പക്ഷെ ഇത് ഭയങ്കര പോസിറ്റീവാണ്. പക്ഷെ ഈ പോസിറ്റീവ് ഒന്നും ആരും പറയണമില്ല, ഒരിടത്ത് കാണുന്നുമില്ല. ഈ നെഗറ്റീവ് മാത്രമാണ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവണത്. അതെന്താന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്.